ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം നോട്ട്സ്. നിങ്ങൾക്ക് മാരിഗോൾഡ് ചെടി എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയുന്ന ചെടി തന്നെയാണ് നമ്മുടെ നാട്ടിൽ ചെണ്ടുമല്ലി അല്ലെങ്കിൽ മല്ലികപ്പൂ അതല്ലെങ്കിൽ ബന്ദിപ്പൂ എന്നൊക്കെ പറഞ്ഞ ചെടിയില്ലേ, അത് തന്നെയാണ് ഈ മാരിഗോൾഡ്. പക്ഷെ നമ്മൾ പൊതുവെ അല്ലെങ്കിൽ കൂടുതലും കാണാറെങ്ങനെയാണ് ഭയങ്കര ഹൈറ്റിൽ പോയിട്ട് പൂവിട്ട് നിൽക്കുന്നതായിരിക്കും അല്ലേ. ഏകദേശം എൻ്റെയൊക്കെ ഹൈറ്റ് വരും. പക്ഷെ നമുക്ക് എപ്പോഴും ഏതാ ഇഷ്ടം? ഹൈറ്റ് കുറഞ്ഞിട്ട് നന്നായി പൂവിട്ട് നിൽക്കുന്നത് കാണാനായിരിക്കും അല്ലേ. അപ്പോൾ ഈ മാരിഗോൾഡ് അല്ലെങ്കിൽ ബന്ദിപ്പൂ ചെടിയുടെ ഹൈറ്റ് കുറച്ച് നന്നായി പൂവിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇതുണ്ടോ, ഈ മാരിഗോൾഡ് ചെടിക്കൊക്കെ എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹൈറ്റിൽ പോകുമ്പോൾ ഇതിൻ്റെ താഴെയുള്ള ചെടികൾക്കൊക്കെ വളർച്ചേനെ ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നല്ലത് അത് ചെറുതായിട്ട് തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയാം, നമ്മളിത് നാടൻ മാരിഗോൾഡ് ആയതുകൊണ്ടാണ് ഇത് ഇത്ര ഹൈറ്റിൽ പോകുന്നത്. ഹൈബ്രിഡ് ഇനത്തിൽ വരുന്ന മാരിഗോൾഡൊന്നും ഇത്ര ഹൈറ്റിൽ പോകത്തില്ല, ഒരു നോർമൽ ഹൈറ്റിൽ അത് നിൽക്കേ ഉള്ളൂ. നാടൻ ഇനത്തിൽപ്പെട്ട മാരിഗോൾഡാണ് എപ്പോഴും ഒരുപാട് ഹൈറ്റിൽ പോവുക. അപ്പോൾ അങ്ങനെയുള്ള ചെടികളെയാണ് ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്ത് നമ്മൾ ചെറുതാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടി ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഈ മാരിഗോൾഡ് ചെടിയുടെ ഒരു ഇളം തണ്ടെടുക്കുക, അതായത് ശിഖരങ്ങളായിട്ട് പോകില്ലേ ഈ മാരിഗോൾഡ് ചെടി, അതിൽ നിന്നും ഒരു ഇളം തണ്ട് നമ്മളിങ്ങനെ ഒടിച്ചെടുക്കുക. അത് വളരെ ചെറിയ ഇളം തണ്ടാണെങ്കിലും കുഴപ്പമില്ല, കാരണം അത് ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും പ്രശ്നമില്ല. കുറച്ച് വലുതായാലും പ്രോബ്ലം ഒന്നുമില്ല. ഇനി അതിൽ മുട്ട ഉണ്ടായാൽ പോലും അത് പ്രോബ്ലമില്ല, കാരണം നമ്മൾ നട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ മുട്ട വിരിഞ്ഞോളും. അപ്പോൾ അങ്ങനെ ഇളം തണ്ട് നമ്മളിങ്ങനെ ഒഴിച്ചെടുക്കുക. ഒരിക്കലും മൂത്ത തണ്ട് എടുക്കരുത്, ഏറ്റവും ഇളം തണ്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഇളം തണ്ട് നമ്മൾ മുറിച്ച് വെക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഹൈറ്റിൽ പോവില്ല. ഇനി ഞാൻ മാരിഗോൾഡ് ചെടി എങ്ങനെയാണ് നടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും നല്ലത് അത് ഡയറക്റ്റ് മണ്ണിലേക്ക് നടുന്നതാണ്, കാരണം നന്നായി വളവും വെള്ളമൊക്കെ വലിച്ചെടുത്താൽ നന്നായി വളരാൻ വേണ്ടി അതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്കത് പറ്റില്ല, നിങ്ങൾക്ക് ചെടിച്ചട്ടിയിൽ മാത്രമേ നടാൻ പറ്റുള്ളൂ എന്ന ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ നടുമ്പോൾ അതിൻ്റെ മിശ്രിതം തയ്യാറാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണലും, അതായത് മണ്ണിൻ്റെ കൂടെ ചാണകപ്പൊടിയും മണലും ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. കാരണം എങ്കിൽ മാത്രമേ അതിന് നല്ല നീർവാഴ്ചയുള്ള ആ മണ്ണിൽ മാത്രമേ നന്നായിട്ട് പൂവുണ്ടാവുകയുള്ളൂ. ഈ വളവും ഇട്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ചെയ്ത ജീവാമൃതത്തിൻ്റെ ആ വീഡിയോയിൽ പറയുന്ന ആ വളമില്ലേ, അതും കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ല കരുത്തോടെ നന്നായിട്ട് വളരും. ഞാനിവിടെ ചെടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓൾറെഡി. അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഇതുപോലെ നന്നായി പൂവിട്ട് നിൽക്കും നമ്മുടെ ചെടികളൊക്കെ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഇത് കണ്ടോ, ഇത് ഞാൻ ഡയറക്റ്റ് വെറുതെ ഒരു കമ്പ് മുറിച്ച് മണ്ണിൽ നട്ടതാണ്. ഇത് നോക്കിയാൽ വളരെ കുഞ്ഞതല്ലേ, അതിൽ തന്നെ അത് പൂവിട്ടിട്ടുണ്ടായി. കാരണം ഓൾറെഡി മുട്ട് വരാൻ തുടങ്ങിയ ഒരു ചെറിയൊരു തണ്ടാണ് ഞാൻ മുറിച്ച് നട്ടത്. അപ്പോൾ അത് ഡയറക്റ്റിൽ മണ്ണിലേക്ക് തന്നെ നട്ടത് വെച്ചത്. അതിലിപ്പോൾ ഓൾറെഡി പൂ വരാൻ തുടങ്ങി. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഒടിച്ചൊടിച്ച് മണ്ണിലൊക്കെ നട്ട് വയ്ക്കും. ഞാനല്ല കേട്ടോ, അമ്മച്ചിയാണ്. അമ്മച്ചി അങ്ങനെയൊക്കെ നട്ട് വെക്കാറുണ്ട്. അതിലൊക്കെ പൂ വരാറുമുണ്ട്, ഒരുപാട് ഹൈറ്റിൽ പോകാറുമില്ല. അപ്പം നിങ്ങളിനി ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മാരിഗോൾഡ് ചെടിയുടെ ഹൈറ്റൊക്കെ കുറച്ചിട്ട് ഇതുപോലെ വളരെ ഭംഗിയാക്കി എടുക്കണം. നിങ്ങൾക്ക് ചെടിച്ചട്ടിയിൽ വേണമെങ്കിൽ നടാം കേട്ടോ, പക്ഷേ കുറച്ചുകൂടെ നന്നായിരിക്കും മണ്ണിൽ നടുക എന്ന് മാത്രമേ ഉള്ളൂ. ചെടിച്ചട്ടിയിൽ നടുമ്പോൾ നിങ്ങൾ വളം കൊടുക്കാനും അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് വെള്ളം ഒഴിക്കാനും നിങ്ങൾ മറക്കാതിരുന്നാൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ഗാർഡനിൽ ഇനി വലിയ മാരിഗോൾഡ് ചെടിയില്ല, വളരെ കുഞ്ഞു മാരിഗോൾഡ് ചെടി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ പോവാണ്. ടാറ്റാ, ബൈ.